लाइक സബ്സ്ക്രൈബ് करना भाई ഈത്തപ്പഴത്തിന്റെ മരത്തിന്റെ തോട്ടത്തിന്റെ പനയുടെ സൗണ്ട് ഒന്ന് ഗാംഭീര്യം കുറയ്ക്കണേ. കണ്ട 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 മക്കളെ മരങ്ങൾ കണ്ട ഈത്തപ്പനകളാണ്, മരങ്ങളല്ല. ഈത്തപ്പന കണ്ടോ കാപ്പ് മല കണ്ട പൂങ്കാറ്റേ. അങ്ങനെ ഞങ്ങള് മസുരന്റെ ഉള്ളിലെത്തി മക്കളെ. അതല്ല, തോട്ടങ്ങളാണ്, തോട്ടം. മസുറയുടെ തോട്ടത്തിലെ തോട്ടത്തിലെ തോട്ടം തോട്ടത്തിലെ തോട്ടം തോട്ടത്തിലെ തോട്ടം. ആരുണ്ട്? മസുരന്റെ മേൽനോട്ടക്കാരനായ ഒരു പാകിസ്ഥാനി വരുന്നുണ്ട്. अस्सलाम वालेकुम, कैसा ठीक है? अल्हम्दुलिल्लाह। आप किधर? अल्हम्दुलिल्लाह ठीक है ठीक है ठीक है। क्या हाल है? ठीक है भाई, ठीक है भाई। बहुत गर्मी है, गर्मी शुरू हो गया भाई. सोशल मीडिया पे डाल रहा है? हाँ डाल रहे. ഇത് പഴയ കവുങ്ങളൊക്കെ പറിച്ചിട്ട് തെങ്ങുകളൊക്കെ പറിച്ചിട്ട് പുതിയ പുതിയ നടാൻ വേണ്ടിയിട്ട് എല്ലാം കത്തിച്ച് കളയാം കേട്ടോ. അല്ലേ, ഫുള്ള് പുകകൾ വരുന്നു മക്കളെ. കൂരാക്കുരു വെയിലാണ്, അമ്മ വെയിലാണ്. കണ്ണിന് സൂര്യൻ കുത്തിയടിക്കുന്നു. ഇനി നമ്മളെ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. ശ്രീനിവാസേ പോകല്ലോ അങ്ങോട്ട്. വെറൈറ്റി ചെടികൾ കേട്ടോ, ഇതൊക്കെ എന്ത് രസമാണ് നോക്കട്ടെ. ഓ വല്ല ചതി. മരുഭൂമിയിലാണെങ്കിലും ഒരു തുള്ളി വെള്ളമില്ലെങ്കിലും സാധനങ്ങളില്ല, പൊളിയായിട്ട്. ഇത് മഞ്ഞ പകുത്ത കേട്ടോ, നല്ല രസമുണ്ട്. മരുഭൂമിയാണെങ്കിലും ചെടികളും എല്ലാം നട്ട് പിടിപ്പിച്ചിട്ട് ഏതാ സെറ്റപ്പ്. അല്ല, നമ്മുടെ നാട്ടിലത്തെ കടലാസ് പൂ ഏതാ പൊളി പൊപ്ലാസായിട്ട് കിടക്കുന്നു. അയ്യവ ചങ്ങായി വണ്ടി എടുത്ത്. അതുകൊണ്ട് നമ്മളെ കടകളിൽ ഒരുപാട് പാക്കറ്റാക്കി വെച്ചിട്ട് വിൽക്കുന്ന സാധനം കേട്ടത്. ഇത് കടയിലൊക്കെ ഇങ്ങനെ പല പല ബോക്സുകളാക്കിയിട്ട് അറബികൾ കൊണ്ടുപോയി കഴിക്കുന്ന സാധനങ്ങളാണ്. ഇതുകൊണ്ടില്ലേ എത്ര ഉണ്ടെന്ന് അറിയാം, ഇത് ഒരുപാടുണ്ട് സാധനം. ഇതൊക്കെ നമ്മളെ മധുരയിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനം കേട്ടോ. ഞാൻ നട്ട് വളർത്തുന്ന നമ്മളെ നാസർ കുരുവിളൊക്കെ ഇത് പറിക്കുന്നുണ്ട്. നാസർ ഒന്ന് തിന്ന് കാണിക്കും. നാസറ സത്ത് പോകുന്ന സത്ത് പോട്ടെ കാണിക്ക്, കാണിക്കുന്നത് ഒന്ന് തിന്നോട് വേഗഞ്ഞി. ഇതാണ് നമ്മളെ കരടി ഷിബു ഇങ്ങോട്ട് നോക്കടാ. ഇതാണ് ഇത് കരടി ഷിബു. എന്ത് കൊടുത്താലും തിന്നു, എന്ത് കിട്ടിയാലും ഒന്ന് തിന്നോളൂ. ഇത് നാസർപ്പ. കാൽ മുട്ട് വേദന, കൈ വേദന, തളർച്ച, എല്ലാ വാദിയുള്ള നാസർ. ഇതാണ് ഡ്രൈവർ കേട്ടാ. ഡ്രൈവർ കൊച്ചുണ്ണി. കുന്നിലും മലയിലും ട്രക്ക് ഓടിച്ചിട്ടും. ഈത്തപ്പഴത്തോട്ടത്തുക്കുള്ള നങ്കൾ ബന്തിருக்கு. എന്താ ഈത്തപ്പഴം, ഇതൊക്കെ ഇങ്ങനെ ആവാനുള്ള പച്ചക്കായ് കേട്ടോ മക്കളെ. മാഷാല്ലാ എന്താ കൊല, എന്താ രസം. ഇതൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല, വന്നിട്ട് ഇങ്ങനെ നേരിട്ട് തന്നെ കാണാം. അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇങ്ങനെ കണ്ടു നോക്കി എന്താ രസം. ഓ വല്ലാത്ത ജാതി, എന്താ രസം. ഇതിനെല്ലാം ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് നല്ല മുറ്റി സ്റ്റെപ്പ് ആക്കിയവരുണ്ട്. എന്നിട്ട് അങ്ങനെ കയറിയിട്ട് അങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ സാധനം പൊളി. കണ്ടോളി മരങ്ങൾ കണ്ടോളി. ഇതൊക്കെ ചെടി കേട്ടോ, നല്ല പൂവുണ്ട നല്ല ചെടിയാണ്. പക്ഷെ ഇതിൽ പൂ ആയിട്ടില്ല. എന്താ സാധനം? കുടിവെള്ളം കിട്ടി ശിവനാസേ. സംഭവം പൊളിയല്ലേ, എന്താ രസല്ലേ. മോനെ ഇതൊക്കെ എത്ര ഉള്ളല്ലേ ഇവിടെയൊക്കെ. ഇതൊക്കെ പറിച്ച് ശിവനാസേ പറിച്ചിട്ട് പാക്കറ്റാക്കി കൊണ്ടേ കൊടുക്കടാ കടയിൽ. എല്ലാവരും തിന്നുണ്ട്, ഞാനും പറിച്ചു നട്ടൊന്ന്. എൻ്റെ മോനെ ചേപ്പാ വീഡിയോ ഒക്കെ എടുത്തോളി, നാട്ടിൽ പോയി കാണിക്കാം. നിങ്ങളെന്തായാലും നാട്ടിൽ പോലെ നമ്മളെ മോലാളിൻ്റെ തോട്ടാന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ജാതി. ശിവനാസ് എങ്ങനെ എന്താ തണുപ്പല്ലേ, നല്ല തണുപ്പതിനുള്ളിൽ കേട്ടോ. ഇവരാണ് ഇതിൻ്റെ തോട്ടത്തിൻ്റെ ഫുള്ള് കാര്യസ്ഥൻ. ഇപ്പോൾ നമ്മൾ സഫാവി അജുവ മാത്രമേ ഇവിടെ ഉള്ളൂ. അത് ശരി. പക്ഷെ നല്ല തൈയല്ലേ, നല്ല കായുണ്ട്, ഫുള്ള് കായ് ഉണ്ടല്ലോ അല്ലേ. നല്ല അടിപൊളി കൊലയും വൃത്തിയുള്ള കൊലയും. ചെറിയൊരു തൈയുണ്ട്, അയിമലൊന്ന് നോക്കിക്കളി നമുക്ക്. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടത് തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും
ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇത് വീഡിയോ എടുത്തു പോകാണ്ട് രക്ഷയില്ല. എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. ഓഹ് വല്ലാത്ത ജാതി. ഇങ്ങനെ വന്നിട്ട് ഇരുന്നിട്ട് കഥയും പറഞ്ഞ് ചായയൊക്കെ കുടിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലം കേട്ടോ. ഇതിനൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഇതിപ്പോൾ ആ താജിമാരൊക്കെ ഉംറൻ്റെ പാക്കേജ് ആകുമ്പോഴത്തേനും ഇതൊക്കെ സെറ്റാക്കി വരണം. അപ്പോൾ കുറച്ച് അഴിച്ചു പണികൾ ബാക്കിയുണ്ട്. അതിൻ്റെ നോക്കട്ടെ. ഇതെന്താ പറഞ്ഞാൽ താറാവോ? താറാവേ 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 താറാവേ. അയ്യവാ പൂവൻ കോയും പടക്കോയും കണ്ടല്ലോ. ഷിബിനാസേ നല്ല അടിപൊളി. ഇത് പൂവൻ കോഴി, നല്ലൊരു പൂവൻ കോഴിയുണ്ട്. ഇടുക്കാച്ചി പൂവൻ കോഴി. നമ്മളെ പുതിയ സ്ഥലത്തേക്ക് പോവാ. എന്താ പുല്ലൊക്കെ നല്ല സെറ്റാക്കി നോക്ക്. ആ പുതിയ അടുത്തൊരു സെറ്റപ്പില്ലേ അവിടെ പോവാം നമുക്ക്. അവിടെ പുതിയത് അതിൻ്റെ കെട്ടെന്ന് അയച്ചിട്ടില്ലല്ലേ? ഓപ്പറേഷൻ ചെയ്ത കെട്ട് ഏടാ ആസറോ ഷിബു? ഓപ്പറേഷൻ ചെയ്ത കെട്ടെന്ന് അയച്ചിട്ടില്ലല്ലോ. നടക്ക്. ചട്ടി കുടത്തിലൊക്കെ ഇതെന്നാ? ഇതെന്ത് ചെടിയാ? വെറൈറ്റി സാധനങ്ങളല്ല. മോനെ എല്ലാം പാക്കേജ് വെച്ചിട്ടുണ്ടല്ലോ. സെറ്റപ്പാണ്. ഇത് പുതിയ മധുരം അല്ലേ? ആ ബൈക്ക് എന്താ രസമല്ലേ. ഇനി ഇതൊക്കെ അങ്ങോട്ട് തുറന്ന് കഴിഞ്ഞാൽ നല്ല തണലായിരിക്കും. ഇപ്പം നോർമലി എന്താണ് നല്ല സെറ്റപ്പാണ് അല്ലേ? വേറെ സെറ്റപ്പ് ചെടികളൊക്കെ. അൽഹംദുലില്ലാഹ് കുറേ കഴിയണ്ടല്ലോ അവിടെ. ഇതൊക്കെ അത് ചെയ്യൂ കൊടുക്കാൻ വേണ്ടി സെറ്റാക്കിയ പീസാക്കിയിട്ട് ആൾക്കാരെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടകപ്പാല് കുടിച്ചിട്ട് പിന്നെ ഒട്ടകപ്പാലത് തീർക്കന്നെ. എൻ്റെ മോനെ തീർക്കല്ലേ. കുറച്ചാട്ടെ സീമ ഒരുപാട് തീർത്തോളല്ലേ. ഈ മരത്തിൻ്റെ കടിയിലൊക്കെ കടന്നാൽ മോനെ ഒരു എ സിയും വേണ്ടി വരില്ല. നമ്മളെ നാസർപ്പ ഡ്രൈവർ നാസർപ്പ അവിടെ തളർന്നിരിക്കുന്നുണ്ട്. ചീരയൊക്കെ വേല് കൊണ്ട് നല്ല ചുവന്ന ചീര വേല് കൊണ്ട് കരിഞ്ഞു പോയിക്കണല്ലോ. സുലഭമായിട്ടുള്ള സ്ഥലമാട്ടത്. ഇതിൻ്റെ ഇലൻ്റെ ഒക്കെ വണ്ണം കണ്ടില്ലേ? അമ്മാതിരി വലുപ്പമുള്ള ഇല അറിയാം. ഇതൊക്കെ ഈ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ കാലിനടിയിലൊക്കെ വെക്കുക. അതുപോലെ തന്നെ നമ്മളെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് അതിനെ ആവി പിടിപ്പിക്കുക. അങ്ങനെയൊക്കെ എന്തെല്ലോ ഇതുണ്ട്. ഇന്ന് ഭയങ്കര ഔഷധമായിട്ടുള്ളൊരു ചെടിയാട്ടെ. ഇതിൻ്റെ പേരെന്തോ ഉണ്ട്, ഞാൻ മറന്നുപോയി. കണ്ടില്ലേ ഇലേൻ്റെ എല്ലാം വലുപ്പം നോക്കുക നിങ്ങൾ. ഏതാ വലുപ്പം? കാരണം മസറയിലാണ്ട് വെള്ളം ഉണ്ടോണ്ട് നല്ല ഉഷാറായി. വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കഥ പറയാൻ പറ്റിയ സൗകര്യമുള്ള നല്ല സോഫയും അതിൻ്റെതായ സൗകര്യത്തിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. നല്ല സുഖമായിരിക്കും, നല്ല തണുപ്പാണ്. വൈകുന്നേരമൊക്കെ വന്നിട്ട് അസറിനേഷൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളിയ ചെടികളും എല്ലാം ഉണ്ട്. മരുഭൂമി വന്നിട്ട് കാര്യമില്ല. പണ്ടായിരുന്നു മരുഭൂമി എന്നാണ്. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം നനച്ചുണ്ടാക്കിയിട്ട് സെറ്റാക്കി ഇങ്ങനെ പൊളി. ഇത് വേറൊരു മധുരം കേട്ടോ മക്കളെ. ഇവിടെ പിന്നെ ഒരുപാട് ഇരിക്കാനുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ നല്ല സൗകര്യമുണ്ട്. പിന്നെ കണ്ടില്ലേ ഇനി സ്റ്റേജ് പോലെ എവിടെയാണ് അതിനുള്ള സൗകര്യമുണ്ട്. आपको भी आएगा। हाँ ये इधर का हाँ गावा पी रहे बैठ के। चलो ये लाइक सब्सक्राइब करना भाई। अब दोनों एक ही जगह क्या? एक ही जगह अलग नहीं, एक ही जगह। जिंदाबाद इंडिया मुर्दाबाद। अभी इधर मुश्किल है भाई, बहुत मुश्किल है। ഇനി മദീനുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് വല്ല ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്യും. പിന്നെ 100-200 ആൾക്കാർക്കുള്ള ബർത്ത്ഡേ പാർട്ടി, അങ്ങനെ കല്യാണ ഫംഗ്ഷനായിട്ട് നമ്മളെ നിക്കാഹ് കാര്യങ്ങൾ അങ്ങനത്തെ എന്തും ചെയ്യാൻ
പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ അടിപൊളി സീറ്റിംഗ് കപ്പാസിറ്റിയും അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ മജ്ലിസ് എന്ന് പറഞ്ഞ സംഭവം ഇതാ ഇതിനുള്ളിലുണ്ട്. നമുക്ക് പിന്നെ നിക്കാഹ് പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടികളൊക്കെ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. പിന്നെ അപ്പർ സൈഡിലൊക്കെ 2 ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൗകര്യമുണ്ട്. നിസ്കരിക്കാനായാലും എല്ലാത്തിനും നല്ല സൗകര്യമാണ്. പിന്നെ ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും നമ്പർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ പിന്നെ നമ്പർ ഇതിലാക്കി വെക്കാം നമ്മളെ മുതലാളിൻ്റെ. ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കോൺടാക്ട് ചെയ്തോളി. അടിപൊളി കോലയാണ്. പിന്നെ നമ്മളെ ഇന്ന് ഫുഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല വെയിൽ നല്ല വെയിൽ, നല്ല ലൊക്കേഷനാണ് ഇവിടെ. വൈകുന്നേരമൊക്കെ മഗ്‌രിബിന് ശേഷമൊക്കെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ ഒരുപാട് കൊടുത്തിപ്പോൾ എടുത്തതിന് ശേഷം ഒരുപാട് ഫംഗ്ഷനുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകാം. അപ്പോൾ താല്പര്യമുള്ള ആളെ വിളിക്കാം കേട്ടോ.